പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തി എന്ന് വെച്ചാൽ അനീഷേട്ടാ നമ്മുടെ ആകാശാണ്. മകനായിട്ട് എടുത്തു പറയുന്നത്. കാരണം എനിക്ക് ആ ഓരോ ഡയലോഗ് പോലും നമുക്ക് ഫീൽ ആകുന്ന തരത്തിലുള്ള ഡയലോഗ്സ് ആണ്. പിന്നെ ലുക്ക് മേക്കപ്പ് പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ അതിന് കറക്റ്റ് നമുക്കൊരു ആ ഒരു രോഗിയെ കാണുന്ന സെയിം ലുക്ക്. കാരണം നമ്മളൊക്കെ കാണാറുണ്ട് നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഇങ്ങനത്തെ അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട്. എങ്കിലും ആ ലുക്ക് അതിനെക്കുറിച്ച് ഒന്ന് പറയാം. അപ്പൊ ആകാശിനെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. ആകാശിനെ എനിക്ക് ആദ്യം അറിയാം. ആകാശ് മങ്കിപ്പെനിലുണ്ടായിരുന്നു. മങ്കിപ്പെന് ഞാൻ കഴിഞ്ഞ പടം ചെയ്ത ഫ്രൈഡേ ഫിലിം ഹൗസ് തന്നെയാണ് പ്രൊഡ്യൂസർ. അപ്പോൾ അതിൽ കുട്ടികളെ സെലക്ട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അതിൻ്റെ ഓഡിഷനും കാര്യങ്ങളിലൊക്കെ ഇത് ബന്ധപ്പെട്ട് ഞാനും ഉണ്ടായിരുന്നു. അപ്പം ആകാശിനെ എനിക്കറിയാം. അപ്പം ഈ സിനിമയിൽ ഞാൻ ഒരിക്കലും ആകാശിനെ ഈ മെയിൻ ക്യാരക്ടറായിട്ട് ഉദ്ദേശിച്ചില്ല. ഞാൻ ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയുള്ള ഇങ്ങനെ അന്വേഷണം നടക്കുമ്പം ഒരുപാട് കുട്ടികൾ എൻ്റെ സ്ഥലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആകാശം അവിടെ ഉണ്ടായിരുന്നു. ആകാശം ഞാൻ ഇതിൽ വേറെയും 2-3 ആർട്ടിസ്റ്റുകളുണ്ട്, ഈ ചൈൽഡ് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ആ ജുഗുറു ഗൗരവ്. അപ്പോൾ ആ ഗൗരവൻ പിന്നെ അതുകൂടാണ്ട് വേറൊരു അഭിജിത്ത് ടിനു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തത്. അപ്പം അതിലേതെങ്കിലും ഒന്ന് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആകാശിനെ വിളിച്ചത്. അപ്പം ആകാശ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അവൻ രാവിലെ വരും, എൻ്റെ ഫ്ലാറ്റിലേക്ക് വരും. അപ്പം വന്ന് ഇങ്ങനെ ഇരിക്കുമ്പം പുതിയ കുട്ടികൾ വന്നിട്ടാണ് ഞാൻ ഈ മെയിനായിട്ടുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഇവരുടെ മകനായിട്ട് അഭിനയിക്കേണ്ട ഓരോ കുട്ടികളൊക്കെ. ഓരോ കുട്ടികളെ ഞാൻ വിളിച്ചിട്ട് ഞാനിങ്ങനെ ഈ ഡയലോഗ്സ് പറഞ്ഞിട്ട് ഇതൊന്ന് പറഞ്ഞു നോക്കിയെന്നൊക്കെ പറയുമ്പം പിന്നെ അവരിങ്ങനെ പറയും. അപ്പോൾ അവർ പറയുന്നത് ശരിയാത്തപ്പോൾ ഞാനിങ്ങനെ അമ്മ അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇവൻ ആകാശം നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആകാശ് കയറി അങ്ങ് ഇടപെട്ടു. ആകാശ് പറഞ്ഞു, എടാ ഇങ്ങനെ അല്ലടാ ഇങ്ങനെ പറഞ്ഞു നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം കയറി. ഞാനിങ്ങനെ വെട്ടി. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയി തോന്നി. അത് അവന് ഭയങ്കര അതിനുള്ള പിന്നെ മറ്റവൻ ചെയ്തിട്ട് നന്നാവാണ്ട് അവൻ അങ്ങോട്ട് ഞാൻ പറയും മോനെ പുറത്തേക്ക് ഞാൻ അടുത്ത ആളെ നോക്കട്ടെ എന്ന് പറയുമ്പം ഈ ആകാശം വന്നിട്ട് ചേട്ടന് ഇഷ്ടമായില്ല അല്ലേ, അവൻ ഇങ്ങനെ ചെയ്ത് അവനെ പറഞ്ഞ് നമുക്ക് ശരിയാക്കി എടുക്കാട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ പിന്നെ കൂടുതൽ ആലോചിച്ചില്ല. ഞാൻ പിന്നെ നോക്കുമ്പോൾ ഇവൻ്റെ അപ്പിയറൻസും എല്ലാം കറക്റ്റാണ്. അപ്പം ഞാൻ ഇവനോട് തന്നെ കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞോടും ഇവൻ കുറച്ചുകൂടി നന്നായി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ആകാശിലേക്ക് എത്തിയത്. ആ കാസ്റ്റിംഗ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദൈവനിയോഗം പോലെയായിരുന്നു കേട്ടോ. അത് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു ആകാശിൻ്റെ കാര്യത്തിൽ. പക്ഷേ പെർഫെക്റ്റ് ആയിരുന്നു. പെർഫെക്റ്റ് മീൻസ് ഒരു കുട്ടീനെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു സമയത്തിൻ്റെ ദൗർലഭ്യം എല്ലാം ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര മൈന്യൂട്ടായിട്ടുള്ള ചില റിയാക്ഷൻസ് ഒക്കെ ഇല്ല. അത് ഞാൻ നോട്ട് ചെയ്യുന്ന ചേട്ടനൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എടാ അത് നോക്കി ഇതിങ്ങനെ ചെറിയ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ മുകളിലവൻ തന്നിട്ടുണ്ട്. അത് അതിൻ്റെ എൻഡിലൊക്കെ ഉള്ള ചെറിയ ലുക്കൊക്കെയാണ്. നമ്മൾ ഡയലോഗ് ഡെലിവറി ഓക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ടഫ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതല്ലാണ്ട് ഉള്ളൊരു സാധനം അത് ഓരോ സമയം ഞാൻ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് ഓരോ സമയം കാണുമ്പോഴും അതെനിക്ക് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തത്. ഭയങ്കര സന്തോഷവും തന്നു ആ പയ്യനെ എനിക്ക് കിട്ടിയതിലുള്ള. അതുപോലെ തന്നെ ആകാശിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരിക്കലും മറന്നു പോകാത്തൊരു ക്യാരക്ടർ ഉണ്ട് അതിനകത്ത്, ഗൗരവ് ചെറിയ പയ്യനാണ്. അതായത് റസൂർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്തത്. അവൻ അമേസിങ് പെർഫോമൻസ് ആയിരുന്നു. അത് ആ സിനിമ കണ്ടല്ലോ, ഇന്റർവെല് കഴിഞ്ഞിട്ടൊക്കെ ഒരു സീനുണ്ട് അവനെ ഇങ്ങനെ കെട്ടിയിട്ടത് അങ്ങനെയുള്ളൊരു സാധനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡബ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അവൻ്റെ അമ്മയും അച്ഛനുണ്ട്. എനിക്ക് ചീത്ത പറഞ്ഞിട്ട് അവൻ കരയേണ്ട സീൻസാണ്, അവൻ കൂടുതലും കരച്ചില്ല. അപ്പം അവൻ കരയാൻ പറഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. അപ്പം അതല്ലല്ലോ വേണ്ടേ. അപ്പം ഇവൻ്റെ അമ്മയും അച്ഛനും മാറി ഇരിക്കുമ്പോൾ ഞാൻ പോയി പേടിപ്പിച്ചിട്ടാണ് കരയിപ്പിച്ചത്. പക്ഷെ അതവൻ ഭയങ്കര രസമായിട്ട് ചെയ്തു. എനിക്ക് സിനിമ കണ്ട് ആ ഒരു ലിപ്പ് പിടിക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. നമ്മൾ ഫൈനൽ ട്രിം ചെയ്തൊരു സാധനത്തിൽ ലിപ്പ് പിടിച്ചിട്ട് കരയുക എന്നുള്ളത്, അതും ഒരു അലറി വിളിച്ചുള്ള കരച്ചിലുണ്ട്. ആ കരച്ചിലിൻ്റെ ഒരു വേരിയേഷൻസ് ഉണ്ട്. അതൊരു വലിയൊരു ആർട്ടിസ്റ്റിനും ചെയ്യാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതവൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ വേറൊരു കുട്ടി എന്ന് പറയുന്നത് ടിനു എന്നുള്ള ക്യാരക്ടർ ചെയ്തത് അഭിജിത്ത് ചെയ്തത്. അവൻ പുതിയ പയ്യനാണ്. ആ പയ്യൻ്റെതും അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവന് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആകാശിനെ പറ്റി കൂടുതലായിട്ട് പറയാൻ കുറച്ചും കൂടെ എനിക്ക് ഒന്ന് കൂടുതൽ അഭിനയിച്ച ഹണിക്ക് തന്നെയായിരിക്കും കുറച്ചും കൂടെ പറയാൻ അല്ലേ എളുപ്പം. ഒന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്. കാരണം ഈ കുട്ടികളിൽ നിന്നൊക്കെ കുറെ നമ്മൾ പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നി. അത്ര സീരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങളും അത്ര കണ്ട് മനസ്സിലാക്കിയൊക്കെ അവർ ചെയ്യുന്നത്. അവർക്കറിയാം, നമ്മളെ കുറെ പറഞ്ഞു തരും, ചേച്ചി ഇങ്ങനെയല്ല ഇതാണെന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെയും പറഞ്ഞു തരാൻ കഴിവുള്ള കുട്ടികളാണ്. സോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഈ സിനിമയില് ഏറ്റവും മനസ്സിന് ടച്ച് ചെയ്ത ഒരു സന്ദർഭം പറയാം. എനിക്ക് എല്ലാ സീൻസും ഇപ്പം ഞാൻ ചെയ്ത എല്ലാ സീൻസും എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത. എൻ്റെ സീൻസ് മാത്രമല്ല, കുട്ടികളുടെ സീൻസും അവരുടെ ഇപ്പം എല്ലാം കരച്ചിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള അവരുടെ ഒരു സംഭാഷണവും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന രസകരമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ എല്ലാം എനിക്ക് ഇവർ കുട്ടികൾ പറയണത് എനിക്ക് കുറച്ചും കൂടി എൻ്റെ സീൻസിനേക്കാളും എനിക്ക് ഫീൽ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ടച്ച് ആയിട്ട് തോന്നിയത്
അവൻ ബെഡിൽ കിടന്നുകൊണ്ട് കണിയോട് പറയുന്നുണ്ട് ആകാശം, അതെ 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 മരിച്ചു കഴിഞ്ഞാലും ഞാൻ തന്നെ ഭാവി എനിക്ക് പകരക്കാരൻ വേണ്ട, എനിക്ക് പകരക്കാരൻ വേണ്ട, ഞാൻ തന്നെ വരും എന്ന് പറയുന്ന ആ ഒരു സംഭവം തീർച്ചയായിട്ടും സത്യമായിട്ടും എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇത് ഇപ്പോഴും പറയുമ്പോൾ എൻ്റെ വല്ലാണ്ടൊരു ഫീൽ വരുന്നുണ്ട്. അതാണ് കറക്റ്റായിട്ട്, അതാണ് ഈ സിനിമയുടെ ഒരു ഫീൽ എന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാലും ഞാൻ വേറൊരു ഒരാൾ വേണ്ട, ഞാൻ തന്നെ ഭാവിയായിട്ട് ആ ഒരു സീൻ എങ്ങനെയുണ്ട് ആ ഒരു അപ്പോണ്ട് കണി കരയണോ വേണ്ടിയോ കാരണം പിന്നെ ഒരു ഒറ്റ പൊട്ടലാണ് അല്ലേ? അല്ല അത് ആക്ച്വലി അത് ഞങ്ങള് കൊറേ കഷ്ടപ്പെട്ടെടുത്തു. അതെ അതെ അതെ. അല്ല അന്ന് എനിക്ക് തലവേദനയൊക്കെ വന്നിട്ട് ഗ്ലിസറിനൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് അത് രാവിലെ മുതൽ വേറെ കരച്ചിലുണ്ടല്ലോ. അപ്പൊ ആ കരച്ചിലൊക്കെ ഇങ്ങനെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഗ്ലിസറിനിട്ട് അപ്പം ഇതിങ്ങനെ ഒഴുകി വരുമ്പം എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അത് പിന്നെയും തുടച്ചു പിന്നെയും ഗ്ലിസറിനിടണം. അപ്പൊ അത് നമ്മൾ കാണുന്ന അത്ര അല്ല കരഞ്ഞിരിക്കുന്നത്, അതിന്റെ ഒരു 50 ഇരട്ടി കരയുമ്പോഴാണ് നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നത്. അപ്പൊ അത്രയും ഗ്ലിസറിൻ ഇങ്ങനെ രാവിലെ മുതലേ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് ആ ടയേർഡായി അത് തലവേദനയായി മാറി. അങ്ങനെ ആ സമയത്ത് ഈ സീൻ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടല്ലേ. ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി പോയതാണ്. അല്ല ആക്ച്വലി എത്ര കുപ്പി ഗ്ലിസറിൻ മേടിച്ചു? കുറെ തീർത്തിട്ടുണ്ട്. കാരണം ഒരെണ്ണം എടുത്തു കഴിയും, അത് ചിലപ്പോൾ അത് പിന്നെ അത് വീണ്ടും വീണ്ടും എടുക്കണമല്ലോ, ഒരു ഷോട്ട് ഓക്കെ ആവണമെന്നില്ലല്ലോ. കുറെ ടേക്ക് എടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ ആവുന്നത്. സോ കുറെ തീർത്തിട്ടുണ്ട്. കണ്ണൊക്കെ ഒന്നും കാണില്ല വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ, ഇങ്ങനെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. പ്രേക്ഷകരിൽ നിന്ന് ഏറ്റവും ടച്ച് ആയിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് കിട്ടിയോ? ഒത്തിരി പേര് കമന്റ്സ് പറഞ്ഞിരുന്നു. കാരണം എനിക്ക് ഇതുവരെയും ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ ഞാൻ കണ്ടതാണ് ഒരാൾ പോസ്റ്റ് ഇട്ടേക്കുന്നത്, ഹണി റോസ് എന്ന് പറഞ്ഞാല് ആദ്യം ഓർമ്മ വരുന്നത് അവിഹിതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരുപാട് പേര് ഒരു പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ എനിക്ക് മെസ്സേജ് ഓർമ്മ വേണം, തീർച്ചയായിട്ടും അതുണ്ടാവും. അല്ല ഇനി ഈ എന്നെ പറ്റി ഓർക്കുമ്പോൾ അവരെ പറ്റി ഓർക്കുമ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവത്തില്ല ഈ ഒരു കഥാപാത്രം കൊണ്ട്. സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിലീഫാണ്. കാര്യം എന്നാന്നറിയോ, ട്രിവാൻഡ്രം ലോഡ്ജ് തന്ന ആ ഒരു ഇതോടെ മായ്ക്കും. ഈ ഒരു ക്യാരക്ടറിലൂടെ മായും തന്നെയാണ് എന്റെ വിശ്വാസം. ട്രിവാൻഡ്രം ലോഡ്ജിലുള്ള ക്യാരക്ടർ മോശമൊന്നുമല്ല. കണ്ടിട്ടാണ് എനിക്ക് ഹണി ആ ക്യാരക്ടർ ഈ ക്യാരക്ടർ ചെയ്യുന്ന എനിക്ക് ഇത് കണ്ടിട്ടില്ലല്ലോ. ഈ ഇതുപോലത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. എങ്ങനെയാണ് സെലക്ട് ഇതിൽ എനിക്ക് വലിയ ഒരു കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായില്ല. ഹണിയുടെ കാര്യത്തിൽ ഹണിക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ പറ്റും. ഞാൻ സത്യം പറഞ്ഞു, ഹണിയുടെ കാര്യത്തിലാണെങ്കിലും ജയസൂര്യയുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഈ സിനിമയിൽ ഇവർ ജയസൂര്യനെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ജയസൂര്യൻ്റെ അടുത്താണ്. അതായത് വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓപ്ഷൻ മീൻസ് ജയസൂര്യ ആയിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ. പുള്ളി റിജക്ട് ചെയ്താൽ മാത്രം, കാരണം ഞാൻ ഈ കഥ അല്ല ഉണ്ടാക്കിയത്. കഥ ഈ തോട്ട് വന്ന ശേഷം ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ജയസൂര്യൻ്റെ അടുത്ത് പോയത്. അപ്പോൾ അത് ഓപ്ഷനാണ്. ഫസ്റ്റ് ഓപ്ഷൻ പുള്ളിനോട് പറയുന്നു, പുള്ളി റിജക്ട് ചെയ്ത് ഞാൻ അടുത്തവർക്ക് പോകും. കാരണം ഈ സിനിമ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാൻ സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പം ജയസൂര്യൻ്റെ കാര്യത്തിലാണെങ്കിലും ഹണിയുടെ കാര്യത്തിൽ കുറവാണ്. എന്നാലും എത്രയും ഹെവി ആയിട്ടുള്ള ക്യാരക്ടർ ജയസൂര്യക്ക് കൊടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഹെവി സാധനം പുള്ളി ചെയ്യും. പക്ഷേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. ഞാൻ പുള്ളിയായിട്ട് ഇതിന് മുമ്പ് ഒരു സിനിമ ചെയ്തു. ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് പയ്യൻസ് എന്നുള്ള സിനിമയിൽ അങ്ങനെയാണ് നമ്മൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതുണ്ടായിരുന്നു. നമ്മൾ അതിനുശേഷം എപ്പോഴും വിളിക്കാറുണ്ട്, പുള്ളിൻ്റെ പടം കാണും, അങ്ങനെ സിനിമാ കാര്യങ്ങൾ സംസാരിച്ചിട്ടൊക്കെ. എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ പുള്ളിയായിട്ട് പ്ലാൻ ചെയ്തു. എന്നിട്ട് പിന്നെ മുല്ലമുട്ട് മുന്തിരിച്ചാറെന്ന് പറഞ്ഞ സിനിമ ഇന്ദ്രജിത്തിനെ വെച്ച് ചെയ്യുന്ന സമയത്തും ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ജയസൂര്യ ലൊക്കേഷനിലേക്ക് വന്നു, ഒരു കള്ള് ഷാപ്പ് ഷൂട്ട് ചെയ്യുമ്പോൾ. പുള്ളി വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. പുള്ളി പറഞ്ഞു, നീ എന്നെ വെച്ച സിനിമയിൽ തമാശ രൂപേണ പുള്ളി കാര്യങ്ങൾ പറയാണ് ലൊക്കേഷനിൽ, നീ എന്നെ വെച്ച് ഷൂട്ട് ചെയ്യും, ഫസ്റ്റ് പടം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ ചെയ്യുന്നു, എനിക്ക് ഈ സിനിമയിൽ ഒരു വേഷം ചെയ്യണം. ഞാൻ പറഞ്ഞു അങ്ങനെയാണ്, ഇതിപ്പോൾ സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി നിർബന്ധിച്ച കാരണം അതിൽ കള്ളുടിക്കുന്ന ഒരാളായിട്ട് പുള്ളി ഇരുന്നിട്ട് ഒരു കള്ളുടിച്ചിട്ട് ഒരു ഡയലോഗ് പോലും പറയാണ്ട് പുള്ളി ഇറങ്ങിപ്പോയി ഒരു ആംബിയനിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വേഷം ചെയ്ത് പോയി. പിന്നെ അത് പുള്ളി ഒരു ആവേശത്തിൽ ചെയ്ത് എന്തോ ആവട്ടെ, അതങ്ങനെ കഴിഞ്ഞു. ആ സ്പിരിറ്റൊക്കെ എനിക്ക് ഇഷ്ടമായി. കുറച്ചു നേരം നമ്മളോട് സമയമൊക്കെ ചിലവഴിച്ച് പോയതാണ്. എന്നിട്ട് അതിനുശേഷം പിന്നെ ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കളഞ്ഞു. മോശമല്ല, അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ അവിടെ കള്ളു കുടിച്ചിട്ട് അത് കടം പറഞ്ഞിട്ട് പോകുന്ന എന്തെങ്കിലും ഒരു ഡയലോഗ് പറയണമെന്ന് പറഞ്ഞു. പുള്ളി അവിടെ കടവും പറഞ്ഞു പോയി, പറ്റില്ല എഴുതിക്കുന്നത് പോയി ആ സിനിമ. അല്ല, ജയസൂര്യൻ്റെ കാര്യം പറയുമ്പോഴും ഹണിയുടെ കാര്യം പറയുമ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ഹെവി സാധനം അവർ ചെയ്യും. എനിക്ക് സത്യം പറഞ്ഞ ഒരു 1% പോലും ഡൗട്ട് ഉണ്ടായിരുന്നില്ല ആ കാര്യത്തിൽ. ഞാനിപ്പം ഫസ്റ്റ് ഷോട്ട്, ഇപ്പം ഹണിയുടെ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ അറിയാം ഇവർ ഞാൻ വിചാരിച്ച ആ ട്രാക്കിലേക്ക് എത്തുമോ എന്നുള്ളത്. അപ്പം തന്നെ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഞാൻ ആ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ പിന്നെ വരുള്ളൂ. ഓരോ ഷോർട്ട് ഡിവിഷനിൽ വരുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ആ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടുള്ള കറക്ഷൻസ് ഒക്കെ മാത്രമേ എനിക്ക് ഹണിനോടും ജയസൂര്യൻ്റെ അടുത്തും പറയാനുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും അവർ പെർഫെക്റ്റ് ആയിരുന്നു.
എനിവേ എന്തായാലും സക്കരയുടെ ഗർഭിണികൾ ചെയ്തു ഒരുപാട് സ്റ്റേറ്റ് അവാർഡുകൾ മേടിച്ചു കൂട്ടി 5-6 മേടിച്ചല്ലോ. ഇതിൽ എത്ര മേടിക്കും അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. അന്ന് 5 പിടിച്ചു, ഇത് 10 പിടിക്കും നമുക്ക്. 4 എന്നായിട്ട് പിടിക്കാം നമുക്ക്. 4 കഴിഞ്ഞാൽ അടുത്ത ഒറ്റച്ചാട്ടം ഇട്ടിലോട്ട്. എനിവേ അടുത്ത ഏതാണ് ഇനി വരാനിരിക്കുന്ന മൂവീസ്? ഇനിയിപ്പോ വരാനിരിക്കുന്നത് മൈ ഗോഡ് ആണ്. അത് സുരേഷ് ചേട്ടന്റെ കൂടെയാണ്, എം മോഹനൻ സാറ് ഡയറക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ ഒരു ഫിലിം ഉണ്ട് കനൽ എന്ന് പറഞ്ഞ്, അത് സുരേഷ് ബാബു സാറാണ്, പത്മകുമാർ സാർ. എന്താണ് പ്രേക്ഷകരോട് കുംസാരത്തെ പറ്റി പറയാനുള്ളത്? ഒന്ന് കുംസാരിച്ചോ, ലാസ്റ്റ് അവസരമായിട്ടോ. ഹണി കുംസാരിക്കാനി. കുമ്പസാരിക്കാനൊന്നും ഇല്ല, എല്ലാവർക്കും അറിയാം. ഇപ്പം ഓൾറെഡി എല്ലാവരും തന്നെ കണ്ടിട്ടും കാണും പടം. സോ ഇത്രയും നല്ല, എൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയ റിവ്യൂസ് എങ്ങനെയാണെന്ന് അറിയാമോ, ഇത്രയും നാളും ഒരു കുറേ വർഷമായിട്ട് ഇത്രയും നല്ലൊരു സിനിമ കാണുകയാണ്. സോ ആ ഒരു ഇമ്പാക്റ്റ് ഈ സിനിമയ്ക്ക് തരാൻ പറ്റും. എല്ലാവരും കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം പോയി കാണുക. എല്ലാ കുട്ടികൾക്കും കുഞ്ഞു കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിരിക്കും. അല്ല, ഹണി പറഞ്ഞ കാര്യം തന്നെയാണ്. കുമ്പസാരം എല്ലാവരും കാണണം, അതെല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 100% കാണണം. എന്തായാലും എല്ലാവരും കുംസാരം പോയി കാണണം. എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവണം. പടം ഉറപ്പിച്ച് 100% ഉറപ്പ് പറയാം, നല്ലൊരു മൂവിയാണ്. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെ ഗ്യാരണ്ടി, ഞാൻ കണ്ട എന്റെ ഗ്യാരണ്ടിയാണ്, 100% ഗ്യാരണ്ടി. ഓക്കെ, അപ്പം താങ്ക് യു വെരി മച്ച്. ഇനിയും ഒരുപാട് പടങ്ങൾ ഉണ്ടാവട്ടെ. അനുഷേട്ടാ, ഈ പടം വലിയൊരു ഹിറ്റായി മാറട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.